മക്കാബിയരുടെ ഒന്നാം പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബറകുമോർ. നിക്കാനോറും സേനയും യുദ്ധത്തിൽ പരാജിതരായി എന്ന് ദമത്രിയോസ് കേട്ടു. യഹൂദ്യ ദേശത്തേക്ക് വീണ്ടും ബിക്കാറിയോസിനെയും അൽക്കീമോസിനെയും അവൻ നിശ്ചയിച്ചു. വലതു ദേശത്തുള്ള സേനയെയും അവരൊന്നിച്ചയച്ചു. ബിക്കാറിയോസ് കൂട്ടർ ഗിലെയാദ് വഴി യാത്ര ചെയ്തു. റബ്ലയിലെ മസ്ലൂസിൽ പാളയമടിച്ച് അതിനെ കീഴടക്കി അനേകരെ അഗ്നിക്കിരയാക്കി. 1502-ാം ആണ്ട് 1-ാം മാസത്തിൽ അവർ യെരൂശലേമിൽ പാളയമിറങ്ങി. 20,000 കാലാൾപ്പടയും 2,000 കുതിരപ്പടയുമായി അവർ ബിസ്രാത്തിലെത്തി. യൂദ അൽസയിൽ താമസിക്കുകയായിരുന്നു. അവൻ്റെ കൂടെ ശൂരരായ 3,000 പേരുമുണ്ടായിരുന്നു. ശത്രുസൈന്യം ഏറ്റവും പ്രബലമാണെന്ന് കണ്ട് അവർ ഭയപരവശരായി. സേനയിൽ നിന്നും പലരും പിന്മാറിപ്പോയി. 800 പേർ മാത്രം ശേഷിച്ചു. സ്വസൈന്യം ചിതറിപ്പോയിരിക്കുന്നുവെന്നും യുദ്ധം അനിവാര്യമായിരിക്കുന്നുവെന്നും കണ്ടിട്ട് യൂദ മനോവ്യഥയിലായി ക്ഷീണിച്ചു. അവരെ വിളിച്ചുകൂട്ടുവാൻ സമയവുമില്ലായിരുന്നു. കർത്താവേ, ഇടവിടാതെ നിന്നെ സ്തോത്രം ചെയ്യുവാനും നിന്റെ ഉപദേശത്തെ അനുസരിപ്പാനും ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ.